അച്ഛൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 20 വർഷത്തോളമായി. ഞാനിത് വിൽക്കുന്നത് പറയാൻ എന്നെ മനസ്സുകൊണ്ട് തൃപ്തി ഉണ്ടായിട്ട് വിൽക്കുന്നതല്ലേ. മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറത്തിനോട് മലപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ്. കാരണം ഇവിടെ പല വിധത്തിലും മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒറ്റ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ്. ഇതുപോലെ മതസൗഹാർദ്ദമുള്ള ഒരു നാട് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഹലോ പ്രിയമുള്ളവരെ, നമസ്കാരം. സുബൈർ ബാപ്പു, അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു കർഷകനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ കർഷകൻ എന്തിനാണ് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ, ഈ ഒരു കർഷക ഫാമിലിയിലെ ഒരു അച്ചായൻ്റെ 1 ഏക്കർ ഭൂമിയും അതോടൊപ്പം ഒരു 1100 സ്ക്വയർ ഫീറ്റുള്ള ഒരു ടെറസ് വീടും. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്? ഈ ഭൂമിയിൽ ഒരു 46 കായ്ഫലമുള്ള തെങ്ങും, പിന്നെ ഒരു 120 റബ്ബറും, വെട്ടുന്ന റബ്ബറും, പിന്നെ ഒരു മറ്റ് കുറച്ച് വിൽക്കാൻ കിട്ടും കുരുമുളക്. ഞാനങ്ങനെ എല്ലാ വർഷമൊന്നും വിൽക്കാറില്ല, 2-3 വർഷം കൂടുമ്പോഴേ വിൽക്കുന്നുള്ളൂ. അത് കുരുമുളക് ഇത് പിന്നെ ഇത്രയും ആദായങ്ങൾ. പിന്നെ മറ്റ് നിന്നൊന്നാണെന്ന് മറ്റു പറയുവാണെങ്കിൽ കറുവായുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു വരുമാനമായിട്ട് കൂട്ടുന്നില്ല. വെള്ളത്തിനെന്ന് പറഞ്ഞാൽ കുടിവെള്ളം തൊട്ട് മുറ്റത്താണ് നിൽക്കുന്നത്. അതായത് അടുക്കളയിൽ നിന്ന് 10 അടി ഇറങ്ങിയാൽ 10 അടി ഇല്ല, ഒരു 4 കാഴ്ചയോട് വെച്ച് കഴിഞ്ഞാൽ സുഭിക്ഷമായ വെള്ളം, വറ്റിയിടത്ത് ഒരിക്കലും വറ്റിയിടത്ത വെള്ളമുണ്ട്. കോരിയെടുക്കാൻ മോട്ടോർ വെച്ചിട്ടുണ്ട്, കണക്ഷൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വെള്ളമാണ് ഉള്ളത്. ഒരു കാലത്തും പറ്റത്തില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ വന്നപ്പോൾ കണ്ടത്, ഈ ഒരു ഭൂമി എല്ലായിടത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. പലയിടത്തും പല ഭൂമിക്കും പല പ്രത്യേകതകളുണ്ട്. എന്നാൽ ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഏകദേശം 150 മീറ്റർ റോഡ് ഫ്രണ്ടേജ്, 1 ഏക്കറിൽ 150 മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ റോഡ്, ടാറിംഗ് റോഡ് മെയിൻ ഭാഗം, പിന്നെ ഏകദേശം ഒരു 70-80 മീറ്ററോളം ഒരു ഭാഗം പഞ്ചായത്ത് റോഡ്, പിന്നെ വേറെ റോഡ് അല്ലേ, അങ്ങനെ ചുറ്റുഭാഗം 3 ഭാഗം റോഡുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇതിന് എങ്ങനെ ആകുമ്പോൾ ഉള്ള സുഖം എന്താ വെച്ചാൽ മുറിച്ചു കൊടുക്കാം അല്ലേ, എടുക്കുന്ന ആൾക്കാർക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചൈനയിൽ മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മൊത്തത്തിൽ വിൽക്കുകയാണ്, ഒരുമിച്ച് വിറ്റ് പോകുന്നതാണ് എനിക്ക് താല്പര്യം. പിന്നെ അതല്ല, ഇനി മൊത്തത്തിൽ കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ 2ആയിട്ടാണ് കൊടുക്കും. വീടും കുറച്ച് സ്ഥലമായിട്ടേ കൊടുക്കും. വീട് ഒരു 50 സെന്റ്, ഒരു 50 സെന്റ് വീട് അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്, വീട് ആവശ്യമില്ല ആൾക്കാർക്ക് വേണമെങ്കിൽ, വീട് ആവശ്യമുള്ളവരാണെങ്കിൽ വീട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 50 സെന്റ് കൊടുക്കും. താഴോട്ട് കൊടുക്കും. അതിന്റെ അതായത് പുറകോട്ട് നല്ല ആദായമുള്ള തെങ്ങാണ് നിൽക്കുന്നത്. ഒരു 10-26 തെങ്ങ് വരും. അതെയോ? വീടിന്റെ പരിസരത്ത് തന്നെ വീടും ഒരു 26 തെങ്ങ് ഉൾപ്പെടുന്ന നല്ല ആദായമുള്ള സ്ഥലം. പിന്നെ ആ വീട് ഉൾപ്പെടുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു വേണമെങ്കിൽ ചെറിയ കോഴിഷെട്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇനി മറ്റെന്തെങ്കിലും ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മൊത്തത്തിൽ നമ്മൾ ഇത് മൊത്തത്തിൽ കൊടുക്കാൻ തന്നെ നിങ്ങൾ എത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? 1.35 ഒരു സെന്റിന്. ഒരു ഏക്കറിയും ഈ വീടും മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ 50 സെന്റും ഈ ഒരു വീടും കൊടുക്കണമെങ്കിലോ? അത് എനിക്ക് ഒരു 50 സെന്റ് വീട് വേണമെങ്കിൽ ഒരു 1.40 കിട്ടണം. 1.40 കിട്ടണം. കച്ചവടമല്ലേ, നെഗോഷ്യബിൾ റേറ്റിൽ നമുക്ക് അനുയോജ്യമായിട്ട് രീതിയിൽ കച്ചവടത്തിലോട്ട് വരുവാണെങ്കിൽ അതനുസരിച്ച് ഒരു മാറ്റം വരുത്തി കൊടുക്കാം. അച്ഛൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 20 വർഷത്തോളമായി. ഞാനിത് വിൽക്കുന്നത് പറയാൻ എന്നെ മനസ്സുകൊണ്ട് തൃപ്തി ഉണ്ടായിട്ട് വിൽക്കുന്നതല്ലേ. എൻ്റെ മകൻ്റെ ഒറ്റ താല്പര്യം, കാരണം അവൻ അയർലൻഡിൽ സെറ്റിലായിരിക്കുന്നവനാണ്. അവന് 2 വർഷം കൂടുമ്പോഴൊക്കെ ലീവ് വരുമ്പോൾ ഞങ്ങൾ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ കോട്ടയാണ്. അവന് കോട്ടയത്ത് സെറ്റിലാകണം, നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ സെറ്റിലാണ്. കാരണം എനിക്ക് റിലേറ്റീവ്സ് ഇവിടെ കുറവാണ്, സ്വന്തക്കാരും ബന്ധുക്കളും മുഴുവൻ കോട്ടയാണ്. അപ്പോൾ എന്താ ആവശ്യം വന്നാലും നമ്മൾ കോട്ടയത്തിന് ഓർഡർ ഇറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവന് കോട്ടയത്ത് സെറ്റിലാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒറ്റ താല്പര്യം മാത്രം ഞാനിത് വിൽക്കുന്നതാണ്. അല്ലാണ്ട് എനിക്ക് വിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ട് വിൽക്കുന്നതല്ല. അതെയോ? മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ്. കാരണം ഇവിടെ പല വിധത്തിലും മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒറ്റ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ്. ഇതുപോലെ മതസൗഹാർദ്ദമുള്ള ഒരു നാട് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. സന്തോഷം. കാരണം വെച്ചാൽ എനിക്കിത് വിൽക്കാൻ കഴിയുന്നില്ല, ഒന്ന് വിതുമ്പി ഒരു സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മലപ്പുറത്തിനോടുള്ള ടച്ചിങ് വിട്ടു പോകാൻ കഴിയുന്നില്ല. എന്നാൽ മക്കള് പറയുന്നത് കേൾക്കാതിരിക്കാനും കഴിയുന്നില്ല അല്ലേ? ഇങ്ങനെ നമ്മള് വാർത്തയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് വാർത്തയ്ക്ക് അവരിപ്പം എൻ്റെ 2 മക്കളുള്ള 2 പേരും വിദേശത്താണ്, ഒരാൾ കാനഡയിലും ഒരാൾ അയർലൻഡിലും. അപ്പൊ ഇനിയിപ്പോൾ അവര് പറഞ്ഞു കേൾക്കണം, എന്റെ കാലശേഷം എന്റെ മുതൽ അനുഭവിക്കണം. അപ്പൊ അവര് പറഞ്ഞത് നമുക്ക് നാട്ടിൽ സെറ്റിലാകാം, എനിക്ക് ഈ വയസ്സാം കാലത്ത് മലപ്പുറത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ട ആവശ്യം എന്തിനാ കിടക്കുന്നത്, അവിടെ എൻ്റെ ബന്ധുക്കളുള്ളടത്ത് പോകാം എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ ഇതുകൊണ്ട് മാത്രം വിൽക്കുന്നതാണ്. അല്ലെങ്കിൽ കൊടുക്കില്ല, അല്ല ഒരിക്കലും കൊടുക്കത്തില്ല. മലപ്പുറത്ത് വിറ്റ് പോകാൻ താല്പര്യമില്ല. താല്പര്യമില്ല. മലപ്പുറത്ത് വരുന്ന ഓരോരുത്തരുടെയും വാക്കാണ് മക്കളേത്. കാരണം മലപ്പുറത്ത് നമ്മൾ മറ്റുള്ള ജില്ലക്കാർ എന്ത് പറഞ്ഞാലും മലപ്പുറത്ത് വന്ന ഒരാൾക്കാർ മലപ്പുറത്ത് കുറ്റം പറയില്ലല്ലേ? ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, അതിനുള്ള അവസരം സാഹചര്യങ്ങളൊന്നും ഇല്ല. ഇത്ര മലപ്പുറം ഉയരാണെന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെ. വന്ന ആൾക്കാരെ പിന്നെ ഇവിടെ സെറ്റിൽഡ് ആവുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം കണ്ടില്ല, നിങ്ങൾ ഒരു നിമിഷം ആ ഒരു കണ്ണിന്ന് ഒന്ന് വിതുമ്പിപ്പോയി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ആ ഒരു മലപ്പുറത്തിനുള്ള ടച്ചിങ്. എന്തായാലും മലപ്പുറത്തിനോട് ഒരു വെറുത്തിട്ട് പോവല്ല.
ഇഷ്ടം കൊണ്ട് തന്നെയാണ്. എന്നാൽ മക്കളും വേണം അല്ലെ, കുടുംബവും വേണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അനുയോജ്യമായി വരണം. ആ ഒരു അല്ലെങ്കിൽ ഇവിടെ തന്നെ ലയിച്ചു ചേരണം എന്നുള്ള ഒറ്റ ചിന്താഗതിയുള്ളൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ലാൻഡ് വാങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അച്ചായൻ്റെ ഹൃദയം ഇവിടെ നിങ്ങൾക്ക് തന്ന് അച്ചായൻ്റെ ആ ഒരു സന്തോഷത്തോടെ തന്നെ അച്ചായനെ നമുക്കത് തരും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ നമ്പറിൽ വിളിക്കുക. അച്ഛൻ്റെ പേരെന്താ നമ്മൾ ചോദിച്ചത്? എന്നെ വിളിക്കുന്ന ജോസ് എന്നും ഒഫീഷ്യൽ നെയിം ജോസഫ് എന്നാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിങ്ങൾ. എൻ്റെ ഫോൺ നമ്പർ 8547202054. വേറെ നമ്പർ ഉണ്ടോ? വേറെ നമ്പറുണ്ട്, പക്ഷെ നിലവിൽ അത് ഞാൻ ചാർജ് ചെയ്യാതെ കിടക്കാറുണ്ട്. അത് വേണ്ട, നമ്മൾ കിട്ടുന്ന നമ്പർ കൊടുത്താൽ മതി. കിട്ടുന്ന ഈ നമ്പർ ഇതാ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണർ നമ്പർ തന്നെ വിളിക്കുക. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും ബാപ്പു അന്നെ ഇതിൽ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് പിന്നെ ഓഫ്ലൈനിൽ ഇനിയിപ്പോൾ സാധാ ബ്രോക്കർമാർ വരികയാണെങ്കിലും അച്ഛൻ എനിക്ക് എന്തെങ്കിലും സന്തോഷപ്പെട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ അച്ഛനെ വിളിക്കുകയെന്നുണ്ടെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും അടുക്കാത്തൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ അല്ലേ, മുതലാളി മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ എന്തായാലും എന്നെ കൂട്ടും കച്ചവടത്തിൽ. പിന്നെ നിങ്ങൾ നേരിട്ട് അച്ഛനെ വിളിച്ചാലും അച്ഛൻ എന്നെ വിളിച്ചിട്ടേ കാര്യങ്ങൾ നടത്തുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ ആവണം കാര്യങ്ങൾ അല്ലേ. കാരണം വെച്ചാൽ നമുക്ക് ഡീസന്റിൽ ഫൗള് കേട് കാണിക്കത്തില്ല. ഡീസന്റ് ആയിട്ട് പെരുമാറുന്നിടക്ക് ഞാൻ ഡീസന്റ് ആയിരിക്കും, ഇൻഡീസന്റ് ആയിട്ട് വന്നാൽ ഞാനും ഇൻഡീസന്റ് ആവും. അതെ അതെ, അതിപ്പോ ഇവിടെ പൂക്കോട്ടുംപാടത്തുള്ള എല്ലാവർക്കും അറിയാം. അതെന്ന് ചൊറിയാൻ വന്ന മുണ്ടക്കയത്തെ മുള്ളു പോലെ ആയിരിക്കും എന്ന് പറയാം. രണ്ടും വന്ന് വിട്ടുകൊടുക്കൂല എന്ന് അവർ ചുരുക്കം പറയുന്നത്. എന്തായാലും നല്ലൊരു സൗഹൃദത്തെ എനിക്കിന്ന് കിട്ടിയത് എന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറത്ത് 20 വർഷം ജീവിച്ച് ആ മലപ്പുറത്ത് നിന്ന് ആ ഒരു ഭൂമി വിറ്റ് പോകുമ്പോൾ എനിക്കൊന്നും ഒട്ടും വിറ്റ് പോകാൻ താല്പര്യമില്ല. കാരണം വെച്ചാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, മക്കള് അയർലാൻഡിൽ അല്ലേ, മോൻ അയർലാൻഡിലും അപ്പോൾ മോള് കാനഡയിലാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് കോട്ടയത്തേക്ക് നീങ്ങുകയാണ്. കോട്ടയത്തുള്ള എൻ്റെ ചങ്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ അച്ഛൻ്റെ ഈ 1 ഏക്കർ ഭൂമി മലപ്പുറം ജില്ലയിലെ നമ്മുടെ അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോടുമടം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരപരിധിക്കുള്ള ഈ 1 ഏക്കർ ഭൂമി കോട്ടയം ജില്ലയിൽ അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ എവിടെയും പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഏരിയ എന്നുണ്ടെങ്കിൽ മാറാൻ തയ്യാറാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊരു അവസരമാണ്. കാരണം വെച്ചാൽ അവിടുത്തെ ആൾക്കാർ അച്ഛനെ പോലെ ഒരിക്കലും ഇനി മലപ്പുറം വിട്ട് പോകുന്നില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ, രണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നടക്കും. നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ വിറ്റ് പോവാത്ത ഭൂമിയായിരിക്കും, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ വിറ്റ് പോവാത്ത ഭൂമികൾ ഉണ്ടാവും. അപ്പോൾ അച്ഛനാണ് ഇവിടുന്ന് ഇത് വിറ്റ് പോകണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു എക്സ്ചേഞ്ച്, ഒരു മാറ്റക്കച്ചവടത്തിനാണെങ്കിൽ രണ്ടു കൂട്ടർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ, ഇലക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ അച്ഛൻ്റെ ഭൂമി വെറുതെ കിട്ടണമെന്ന് നിങ്ങളും ആഗ്രഹിക്കാൻ പാടില്ല, നിങ്ങളുടെ ഭൂമി വെറുതെ കിട്ടണമെന്ന് അച്ഛനും ആഗ്രഹിക്കാൻ പാടില്ല. ആ രീതിയിലൊരു കച്ചവടമാണെങ്കിൽ നമ്മൾ തയ്യാറാണ് അല്ലേ? അപ്പോൾ ഓക്കെ മക്കളെ, എന്നാ ശരി, ഒരു ഹായ് കൊടുത്തേച്ച് ഞങ്ങൾ എല്ലാവർക്കും. ഓക്കെ.